ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു ഫോട്ടോയുടെ ലുക്കിൽ നിന്ന് ഈ ലുക്കിലേക്ക് മാറ്റുന്ന ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഈ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ എടുത്താണ് ആപ്പ് സ്നാപ്സീഡാണ്. അപ്പോൾ നമുക്ക് ആ ആപ്പിൽ പോയിട്ട് നമ്മുടെ ഗാലറി പോയി നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ഫോട്ടോ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യാൻ പോണ ഈ ഒരു ഫോട്ടോയാണ്. നമ്മൾ ഗാലറിയിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എഡിറ്റ് ചെയ്യാൻ പോകുന്ന ട്യൂൺ ഇമേജ് ആണ്. അതിനകത്ത് ബ്രൈറ്റ്നെസ് നമുക്ക് ചെറുതായിട്ടൊന്ന് കൂട്ടിയിട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കൂട്ടിയിട്ടാണ് +54. അപ്പോൾ അടുത്ത് നമ്മൾ കോൺട്രാസ്റ്റ് ആണ്. കോൺട്രാസ്റ്റ് നമ്മൾ ഇട്ടാണ് -56. അപ്പോൾ നമ്മൾ അടുത്തിടാൻ പോകുന്ന സാറ്റുറേഷനാണ്. അത് നമ്മുടെ ഒരു +39, 40 ആ റേഞ്ചിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ആംബിയൻസ് ആണ്. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആംബിയൻസ് ലുക്കൊക്കെ നമ്മൾ സെറ്റാക്കാൻ വേണ്ടി നമ്മളിവിടെ ആഡ് ചെയ്തിരിക്കുന്നത് ഒരു +11, 10 ആ റേഞ്ചിലൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. അടുത്ത് നമ്മുടെ ഹൈലൈറ്റ് നമ്മൾ -100 ഇട്ടത്. അപ്പോൾ നല്ലൊരു ഹൈലൈറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി -100. അപ്പോൾ അടുത്തത് നമ്മൾ ഷാഡോ ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഷാഡോ ആഡ് ചെയ്യണമെങ്കിൽ നമ്മളൊരു +4 ഒക്കെയാണ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അത്രയാണ് കൊടുത്തിട്ടുള്ളൂ. അടുത്ത് നമ്മുടെ വാമാണ്. ഒരു വാം ഇമേജായിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ +6 ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അടുത്ത് നമുക്ക് ആ ടിക്ക് ഓപ്ഷൻ കൊടുക്കാം. എന്നിട്ട് അടുത്ത ടൂൾ എന്ന് പറയുന്നത് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സ്ട്രക്ചർ എടുത്തിരിക്കുകയാണ്. സ്ട്രക്ചറിൽ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു -30 ആ റേഞ്ചൊക്കെയാണ്. അടുത്ത് നമ്മളെ ഷാർപ്പണിങ് ആണ്. ഷാർപ്പണിങ് നമ്മളൊരു +4 അല്ലെങ്കിൽ 5 ആ റേഞ്ചിലാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഷാർപ്പണിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ടിക്ക് മാർക്ക് ഒന്ന് കൊടുക്കാം. ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം അടുത്ത ടൂൾ എന്ന് പറയുന്നത് സെലക്റ്റീവ് ആണ്. സെലക്ട് ചെയ്ത് നമ്മൾ ബ്രൈറ്റ്നെസ്സും കോൺട്രാസ്റ്റൊക്കെ കൂട്ടിയിടാനുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കൊന്ന് ഡാർക്ക് ആക്കാൻ വേണ്ടി നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്. അവിടെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഡാർക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ ഈ സൈഡും എല്ലാം നമുക്ക് ഡാർക്ക് ആക്കി കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഡാർക്ക് ആക്കിയതിന് ശേഷം നമുക്ക് ആ ടിക്ക് മാർക്ക് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത ടൂൾ എന്ന് പറയുന്നത് ലെൻസ് ബ്ലറാണ്. ലെൻസ് ബ്ലർ എന്ന് പറയുമ്പോൾ നമ്മുടെ സൈഡ് വിൻറ്റേജ് ആയിട്ട് ബ്ലറാക്കാനും പിന്നെ സാധാ സ്ട്രെങ്ത്ത് ബ്ലറാക്കാനൊക്കെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബ്ലർ സ്ട്രെങ്ത്ത് കൊടുത്തിട്ട് അപ്പോൾ ഇത് നമ്മളൊരു +6 കൊടുക്കാൻ ഉദ്ദേശിച്ചതാണ്. ഇപ്പോൾ നമ്മൾ എടുത്താണ് വിൻറ്റേജ് സ്ട്രെങ്ത്ത് ആണ്. അത് നമ്മുടെ +65 നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫോട്ടോയുടെ ഒരു ഏകദേശം ഒരു ലുക്ക് സെറ്റായിട്ട് നമുക്ക് ഒരു ചെറിയ ടെക്സ്റ്റൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് വാഗമണ്ണിൽ നിന്ന് എടുത്ത ഫോട്ടോയാണ്. അപ്പോൾ നമുക്ക് വാഗമണ്ണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫോട്ടോ എഡിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഔട്ട്പുട്ട്. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക. അപ്പോൾ നമുക്കിനി സേവ് ആക്കാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് അടിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.